ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് ജീവനോടെ ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ദുരന്തത്തെ അതിജീവിക്കുവാൻ ദൈവകൃപയെ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ മിഷൻ ദൗത്യങ്ങളെയും അൾത്താരയിൽ പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങളോട് നീ വ്യക്തിപരമായി സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ വന്ന പാകപ്പിഴകളെയെല്ലാം ഈ ആരാധനയിലൂടെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. നമ്മൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, നടക്കാത്തതിൻ്റെ തടസ്സമേഖലകൾ ഈ ആരാധനയിലൂടെ വെളിപ്പെട്ട് കിട്ടുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അവരുടെ ഇപ്പോഴത്തെ ജീവിത അവസ്ഥയെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഓരോ മക്കളും നിത്യതയെ ലക്ഷ്യമാക്കി തങ്ങളുടെ ജീവിതം ക്രമീകരിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഈ ആരാധനയിലൂടെ ആ മക്കൾക്ക് നൽകണമേ എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് ഈ സമയം ഈ ആലയത്തിലായിരിക്കുന്നവരെയും വിവിധങ്ങളായ സമയങ്ങളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളുടെയും ദൈവനിയോഗങ്ങളെ ഈ അൾത്താരയിൽ ദൈവമാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആരാധിക്കുന്നു, നന്ദി
നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരോട് കൂടി വസിക്കുവാൻ മനസ്സായ കർത്താവേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നന്ദി, ആരാധന, മഹത്വം കിട്ടാവേ. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനം വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സൗഖ്യപ്പെടുത്തുന്ന സ്പർശനം, സ്നേഹിക്കുന്ന സാന്നിധ്യം, അനുഗ്രഹിക്കുന്ന സംരക്ഷണം നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ ഇവിടുന്ന് പരിപാലിച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ, ആരാധന, മഹത്വം കർത്താവേ. സ്തുതി, ആരാധന, 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 മഹത്വം കർത്താവേ. സ്തുതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും
പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതി ആരാധന മഹത്വമേ. അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്താൽ ഈ ആലയത്തിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർക്കുന്നത് പറയുന്നു. രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകണമേ, കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ, അലസതയിൽ നിന്ന് പിന്മാറി നിത്യജീവിതം ലക്ഷ്യമാക്കി വിശുദ്ധ കുർബാനയെ ആരാധിച്ച് ജീവിക്കുന്ന സമൂഹമാകുവാൻ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന മഹത്വം, ആരാധന മഹത്വം കർത്താവേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും അപേക്ഷകളും ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വി.പി. ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതി ആരാധന കർത്താവേ. ജസവചനങ്ങളിലൂടെ അവിടുത്തെ സന്ദേശം ജീവിതങ്ങളെ സംരക്ഷിക്കണമേ, സഹായിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. ഈ കാലത്തിൽ ചേർന്ന വചനങ്ങളെ പൂർണ്ണമാകണമേ. ഉടമ്പടി ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തി നിത്യതയിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന മഹത്വം, ആരാധന മഹത്വം. സ്തുതി കർത്താവേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. എനിക്കത് മതിയേ, ഒരു വാക്കുമതിയേ, എനിക്കത് മതിയേ. ശക്തമായി കൈയടിച്ചു പാടും. ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടും ഞാൻ പോരാത്തവനാണ്. ഞാൻ പോരാത്തവനാണ്,
പുറകു വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടും ഞാൻ കൈകൾ ഉയർത്തി ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശിവകാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാടില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ ദിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ ദിനവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി. എന്റെ പുറകു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ ഞാൻ പോരാത്തവനാണ്, എന്റെ പുറകു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ ഞാൻ പോരാത്തവനാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ മരിയൻ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം യേശുപിതാവേ നന്ദി, ദേവപിതാവേ മഹത്വം, ദേവപിതാവേ ആരാധന. ഹല്ലേലൂയ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. ഉച്ചത്തിൽ ചേരുവാണ്. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എന്തിനാശകൾ മാറാം ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്തിനമുകളും മാറാം ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്തിനാശകൾ മാറാം ഒരു വാക്കു നീ പറഞ്ഞാൽ, എന്തിനമുകളും മാറാം ഒരു വാക്കു നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തത്. ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി. ശക്തിയോട് ചേർന്ന് ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി.
എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിൽപ്പാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിൽപ്പാൻ ഞാൻ പോരാത്തവനാണ്. ഒരു വാക്ക് മതി എനിക്കത് മതി. 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 എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിൽക്കാൻ ഞാൻ പോരാത്തവനാണ്. ശക്തിയോട് ചേർന്ന് എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടെ നിൽക്കാൻ ഞാൻ പോരാത്തവനാണ്. ഒരു വാക്ക് മതി എനിക്കത് മതി. ഒരു വാക്ക് മതി എനിക്കത് മതി. കൈകൾ ഉയർത്തി ഒരു വാക്ക് മതി എനിക്കത് മതി. ഒരു വാക്ക് മതി എനിക്കത് മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കുന്നതിനും പുതുക്കുന്നതിനും അവസരം ഉണ്ട്. രണ്ടാമത്തെ അറിയിപ്പ്, എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് ഉടമ്പടി. ഇംഗ്ലീഷ് ഉടമ്പടിക്ക് ഇംഗ്ലീഷ് കൗൺസിലിംഗ്, ഇംഗ്ലീഷ് പ്രെയറുമാണ്. അതെല്ലാം ഇംഗ്ലീഷ് മീഡിയമാണ്. അതിന് ഹിന്ദി ഉടമ്പടി ആരംഭിച്ചിട്ടുണ്ട്. ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും മലയാളം അറിയാൻ പാടാത്തവർക്കും വേണ്ടിയാണ് അതുള്ളത്. അത് 1:30 എല്ലാ ദിവസവും ഹിന്ദി ഉടമ്പടി ഉള്ളത്. 2 ചൊവ്വാഴ്ചകളിലാണ് തമിഴ് ഉടമ്പടി ഉള്ളത്. അപ്പം മീഡിയം എല്ലാം തമിഴായിരിക്കും. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവർക്കും തമിഴ് മാത്രം അറിയാവുന്നവർക്കും ആണ് 2 ചൊവ്വാഴ്ച. കൃപാസനത്തിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്യാൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് അവസരമുണ്ട്. അവർക്ക് മുറികൾ കിട്ടും. അതുപോലെ തന്നെ മഠം അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് സജ്ജീകരിച്ചിട്ടുണ്ട്. കൃപാസനത്തിൻ്റെ തന്നെ നമ്മൾ കുമ്പസാരിക്കുന്ന മരിയ സെൻറ്ററിലാണ് മഠം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റേഴ്സ് 1 കൊല്ലം 2 കൊല്ലമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി സഭയിൽ നിന്ന് സമർപ്പിതരായിട്ട് പോരുന്നവരുണ്ട്. അവർക്ക് കൃപാസനത്തിൽ പ്രാർത്ഥനയും നടക്കും, ശുശ്രൂഷയും നടക്കും. അപ്പോൾ അതുകൊണ്ട് ബഹുമാന സിസ്റ്റേഴ്സിന് പ്രത്യേക സ്വാഗതം. ഇന്ന് കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഫുൾ ടൈമേഴ്സായിട്ടും സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ. അവർക്കും
ഇതുപോലെ അവർക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. സിസ്റ്റേഴ്സ്, ഇപ്പോൾ സിസ്റ്റേഴ്സ് അല്ലാത്തവരും ഭാവിയിൽ സമർപ്പണ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെ കംപ്ലീറ്റ് ആയിട്ട് കോൺസെക്രേറ്റ് ലൈഫിന് വേണ്ടിയുള്ള സന്യാസ സമൂഹം നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ മനുഷ്യർക്കും ദൈവശുശ്രൂഷയ്ക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഏകസ്ഥർക്കും അത് വിധവകൾക്കുമുള്ള പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സന്യാസ സമർപ്പിത ജീവിതത്തിനുള്ള സാഹചര്യങ്ങളുണ്ട്. സമർപ്പണ ജീവിതത്തിനുള്ള സാഹചര്യങ്ങൾ അവരാഗ്രഹിക്കുന്നവർ ബന്ധപ്പെടേണ്ടത് നമ്പർ 82 81 29 75 11. ഇത് വാട്സപ്പ് നമ്പറാണ്. 82 81 29 75 11. സിസ്റ്റേഴ്സ് ഇപ്പോൾ സിസ്റ്റേഴ്സായിട്ടുള്ള ഒരു ശുശ്രൂഷ ചെയ്യാൻ 1-2 കൊല്ലം ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി സിസ്റ്റേഴ്സായിട്ടുള്ള ഒരു ഇടപെടേണ്ട നമ്പർ 79 07 62 24 97. നേർച്ച വസ്തുക്കൾ, കൃപാസന നേർച്ച വസ്തുക്കൾ, കൃപാസനത്തിൻ്റെ നേർച്ച നമ്മുടെ സ്റ്റോളിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. റോഡിലും പുറത്തുനിന്നും കിട്ടത്തില്ല, ശ്രദ്ധിക്കുക. അഭിനന്ദ പിതാവ് ആലപ്പുഴ ബിഷപ്പ് ജെയിംസ് ആനവർമ്പിൾ തിരുമേനി കൃപാസനത്തെ ജൂബിലി തീർത്ഥാടന കേന്ദ്രമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അവിടെ വന്ന് കുമ്പസാരിച്ച് പരിശുദ്ധാന യുഗത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന അർപ്പിച്ചു പോകുന്നവർക്ക് സഭ കൽപ്പിച്ചിട്ടുള്ള പൂർണ്ണ ദണ്ഡവിമോചനത്തിന് അവകാശമുണ്ട്, അർഹതയുണ്ട്. അത് പ്രാപിക്കാൻ വേണ്ടി കുമ്പസാരം ക്രമിച്ചിരിക്കുന്നതും നമ്മുടെ കൃപാസനത്തിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന മിഷൻ സെൻറ്ററിലാണ്. അവിടെ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ കുമ്പസാരം ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. 1000 മണിയുടെ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ ഓഫീസുമായി ബന്ധപ്പെടേണ്ട. കൃപാസനം പത്രം 23 ഭാഷകളിൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഓരോരോ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അതാത് രാജ്യത്തിൻ്റെ പേപ്പറാണ് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോകുന്നവർ 4-5 ഫ്രാൻസും സ്പാനിഷും ഇറ്റാലിയനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ചൈനീസും അതുപോലെ തന്നെ ജപ്പാനീസും അതുപോലെ തന്നെ നമുക്ക് വിയറ്റ്നാം ഭാഷയിലും അറബി സൗദി അറേബ്യയിലെ അറബി ഭാഷയിലും പത്രമുണ്ട്. അപ്പം അതുകൊണ്ട് ആ മേഖലയിൽ പോകുന്നവർ ആ ഭാഷാ പത്രമാണ് മേടിച്ച് പേശ പ്രവർത്തനം ചെയ്യേണ്ടതാണ്. സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കരുത്. സാക്ഷ്യം എത്രയും വേഗം പറഞ്ഞ് ദൈവത്തോടുള്ള കടം മാറ്റി നിങ്ങൾ സ്വതന്ത്രരായിരിക്കണം. വീണ്ടും അനുഗ്രഹം പ്രാപിക്കാൻ പറ്റിയ അവസ്ഥയിൽ നിങ്ങൾ നിലനിൽക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്ന. അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കൃപാസനത്തിൽ വരുന്നവരുണ്ട്. ഉടമ്പടി എടുത്തവരായിരിക്കും, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊന്ന് എപ്പോഴും ഞാൻ പറയും, വിളിച്ചിട്ടേ വരാമെന്ന് പറയും. വിളിച്ച് അച്ഛനുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അച്ഛനെ കാണണമെന്ന് അത്യാവശ്യമുള്ളവരും അത് ഈ നമ്പറിലൊന്ന് വിളിക്കണം. 94 47 28 54 00. കുറച്ച് നേരം വിളിച്ചാലേ കിട്ടത്തുള്ളൂ. കാര്യം എല്ലാവരും ആ നമ്പറിലേക്ക് വിളിക്കുന്ന കാരണമാണ് കുറച്ച് നേരം കഴിച്ച് വിളിച്ചാലേ കിട്ടത്തുള്ളൂ. എല്ലാവരും ആ നമ്പറിൽ വിളിച്ച് അച്ഛനുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പെട്ടെന്ന് പോകേണ്ടി വന്നു. ആ കണ്ണമാരി കടൽ കയറി ഭയങ്കരമായിട്ട് ജനങ്ങളൊക്കെ ജീവിതം തന്നെ ഒഴുകിപ്പോയ അവസ്ഥ. അപ്പോൾ അതിന് ഗംഭീര സമരം ഉണ്ടായി. അപ്പം എമർജൻസി ആയിട്ടൊക്കെ പോകാതിരിക്കാൻ പറ്റത്തില്ല, അപ്പം തന്നെ പോകും. അപ്പം അതുകൊണ്ട് അച്ഛനൊന്ന് വിളിച്ച് ചോദിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഉടമ്പടി ധ്യാനവും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ നമ്മുടെ രാവിലെയുള്ള മിഷൻ ധ്യാനമില്ല, എല്ലാ രാവിലെയുള്ള ധ്യാനം എന്ന് പറയുന്നത് അന്നത്തെ ജീവിതം മൊത്തം മാതാവിന് സമർപ്പിച്ച് നിങ്ങളെ മാതാവ് ആണ് നിങ്ങളെ ആശ്രയിച്ച് വിടുന്നത്. അതുകൊണ്ടാണ് ഡെയിലി പീരീഡ് അനുഗ്രഹ പ്രാർത്ഥന നിങ്ങൾ കൂടാതെ പോകരുതെന്ന് പറയണത്. അതുതന്നെ അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
ഈ ഉടമ്പടി ധ്യാനത്തിന്റെ ആദ്യാന്ത്യങ്ങളിലെ അങ്ങയുടെ കരുണാദ്രമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ പഠിപ്പിക്കുകയും പുതിയ ബോധ്യങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുകയും അങ്ങയുടെ സാക്ഷിയായി ഞങ്ങളെ ഉയർത്തുകയും ചെയ്യണമേ. സാക്ഷികളാക്കി ഉയർത്തണമേന്ന് നമ്മളിങ്ങനെ പാടുമ്പോൾ ആ പാടുന്നതനുസരിച്ചുള്ള അന്തരാർത്ഥങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള അനുഭവ തലങ്ങൾ നമ്മുടെ അവകാശം കൂടിയാണ്. പാടുന്ന വാക്കുകളുടെ അന്തരാർത്ഥങ്ങൾ. ഇപ്പോൾ എന്താ നമ്മൾ പാടിയത്? എന്താണ്? ആഴത്തിൽ എന്നോട് ഇടപെടണേ, ആത്മാവിൽ എന്നോട് ഇടപെടണേ. അപ്പം ദൈവ അനുഭവം എന്ന് പറയണത്, പ്രത്യേകിച്ച് ഉടമ്പടിയുടെ അനുഭവങ്ങളെന്ന് പറയണത്, ഉടമ്പടിയിൽ ഇങ്ങനെ നമ്മളെ മുന്നോട്ട് പോകും തോറും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ നമുക്ക് അവകാശമായിട്ടുണ്ടാകും, അനുഭവത്തിലുണ്ടാവും. ഒരു രസകരമായ സാക്ഷി ഈ ദിവസം കേട്ടത് KJ ജോസഫിൻ്റെ സാക്ഷിയാണ്. KJ ജോസഫ് മാനന്തവാടി. അപ്പം അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനാണ്. ലൈൻ കമ്പിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യനാണ്. കറണ്ടുമായിട്ട് ഇടപെടുന്ന ആളാണ്. പക്ഷേ ഒരു ദിവസം ഒരു കുഴപ്പമുണ്ടായി. അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൊത്തം കറണ്ട് കയറി. ഭിത്തിയെ തൊടുമ്പോൾ കറണ്ട്, അവസാനം കുടിക്കണ വെള്ളത്തിൽ വരെ കറണ്ട് കയറാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ഒരു ഇതിൻ്റെ എൻജിനീയറിങ് ഇലക്ട്രിക്കൽ എൻജിനീയറാണ് ആള്. അപ്പോൾ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധമുള്ളത് കാരണം പുള്ളിക്ക് നല്ല കോൺഫിഡൻസാണ്. വേറെ ആരെയും വിളിക്കാതെ പുള്ളിക്കാരൻ തന്നെ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആൾ ഉടമ്പടി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഇതെല്ലാം ഇതിനിടയ്ക്കാണ് ഈ കറണ്ട് കയറ്റം സംഭവിക്കുന്നത്. വീട്ടിലും ഭിത്തിയിലും എല്ലാം കറണ്ട് കയറിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ മാത്രമൊരു കോൺഫിഡൻസ്, ഇത് എവിടെയെങ്കിലും കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴുണ്ട് എർത്ത് വയർ വിട്ടുകിടക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ വെള്ളമുണ്ട് ശരിക്കും. ആ പുള്ളി വളരെ സൂക്ഷിച്ചാണെങ്കിലും എർത്ത് വയറും അതിൻ്റെ റോഡും, എർത്തിൻ്റെ റോഡ് ഭൂമി കുത്തി ഇറക്കിയിരിക്കുന്ന ആ ഒരു ചെമ്പ് കുഴൽ അത് വിട്ടിരിക്കുകയാണ്. അത് തമ്മിൽ പുള്ളി ടെക്നിക്കലായിട്ട് തന്നെ വളരെ ശ്രദ്ധിച്ച്, കറണ്ടുള്ളതാണെങ്കിലും തനിക്ക് ഷോക്ക് അടിക്കാത്ത രീതിയിൽ ഇപ്പോൾ അവരുടെ ഒരു അനുഭവ പരിചയം കൊണ്ട് അദ്ദേഹം അത് ഈ വിട്ടുപോയ കമ്പി ആ ഇരുമ്പ് റോഡിലോട്ട് ചെമ്പ് റോഡിൽ ഉടക്കിയെടുത്ത് ദാറ്റ്സ് ഓക്കെ, അത്രയും ഓക്കെയാണ്. പക്ഷേ ഇതിന് ശേഷം പുള്ളിക്കാരൻ ഇത് വിട്ടുപോയ സ്ഥലത്തേക്ക് ഈ കമ്പി കുത്തി ഇറക്കി കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി ചലിച്ചില്ല. കാര്യം അവിടെ വെള്ളം ഉണ്ടായത് കാരണം പുള്ളിയുടെ ശരീരം മൊത്തം ഇങ്ങനെ കറണ്ട് കയറി കറണ്ട് ഇങ്ങനെ കറണ്ട് അടിച്ചാൽ നിങ്ങൾക്ക്, എനിക്ക് കറണ്ട് അടിച്ചിട്ടുണ്ട്. കറണ്ട് അടിച്ചാൽ മനസ്സിലാകും നമുക്ക്. അതായത് ഒന്നെങ്കിൽ നമ്മളിത് അങ്ങോട്ട് പിടിച്ച് വലിച്ച് ആ കമ്പിയുമായിട്ട് നമ്മളെ പിടിച്ച് നിർത്തി അവിടെ വെച്ച് നമ്മൾ കരിഞ്ഞു പോകും. ചെറിയ ഷോക്കാണെങ്കിൽ നമ്മളെ തെറിപ്പിച്ച് കളയും. എന്നെ തെറിപ്പിച്ചാണ് കളഞ്ഞത്, താഴെ വീണ് ഞാൻ. ഇതങ്ങനെയല്ല. ഇത് പുള്ളിക്കാരന് മനസ്സിലായി. പുള്ളി ഇലക്ട്രീഷ്യൻ എഞ്ചിനീയറുണ്ട്. പുള്ളി പെട്ടുവെന്ന് മനസ്സിലായി.
പക്ഷെ ആരും തല്ലാനോ അടിക്കാനോ ഒന്നുമില്ല, ആരും കൂടെയില്ല. അപ്പോൾ പുള്ളി അമ്മയുടെ സ്വരം കേട്ട് ജോസഫ് പിന്തിരിഞ്ഞോടൂ എന്ന് പറഞ്ഞു. ആ സ്വരം, അമ്മയുടെ സ്വരം ഈ മനുഷ്യൻ ചെവി കേൾക്കുകയാണ്. ജോസഫ് പിന്തിരിഞ്ഞോടൂ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്നത്. ഇപ്പോൾ തിരിഞ്ഞിട്ട് ഒറ്റ ഓട്ടം. അങ്ങനെയാണ് റോഡ് കയ്യിൽ നിന്ന് വിട്ടുപോയത്. ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഉടമ്പടിയുടെ ഒരു പ്രോമിസാണ്. ഉടമ്പടി ഇങ്ങനെ വർക്ക് ചെയ്യണത്, ഉടമ്പടിയിലെല്ലാം വർക്ക് ചെയ്യണത് പ്രോമിസിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യണത്, വാഗ്ദാനത്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യണത്. നമ്മൾ ഓരോ ഉടമ്പടിയുടെ നിബന്ധനകളൊക്കെ എങ്ങനെ പാലിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടിയുള്ള മെക്കാനിസമാണത്. ദൈവത്തിൻ്റെ വാഗ്ദാനം എന്താണ്? ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും, അല്ലേ? അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രോമിസാണ്. അത് വചനം എടുത്ത് പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഉടമ്പടിയുടെ ഏറ്റവും നല്ല ഒരു പ്രസൻസ് മറ്റു പല പ്രാർത്ഥനാ രീതികൾക്കും ഇല്ലാത്ത ഉണ്ടാകാം, പക്ഷേ ഇത്ര കണ്ട് വിവിഡായിട്ട് ക്ലിയറൻസ് ഇല്ലാത്ത ഇത് ഉടമ്പടി ഭയങ്കര ക്ലിയറൻസാണ്. അതായത് ദൈവത്തിൻ്റെ തനി സാന്നിധ്യം വാക്കായിട്ടും സ്വരമായിട്ടും സ്വപ്നമായിട്ടും ദർശനമായിട്ടും മഴവില്ലായിട്ടും സുഗന്ധാഭിഷേകമായിട്ടും ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ ഓരോരോ ആഴ്ചകളിൽ ആൾക്കാരിങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസൻസ് എന്ന് പറയും. ആഴത്തിൽ എന്നോട് ഇടപെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ ആഴമുള്ള അനുഭവങ്ങൾ എനിക്ക് തരണമെന്നാ. ആഴമുള്ള അനുഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്കറിയാം, ആഴമുള്ള അനുഭവങ്ങൾ കിട്ടിയാൽ നമ്മൾ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരു പതറത്തില്ല. ആഴമുള്ള അനുഭവങ്ങൾ, ഇപ്പോൾ ആൾക്കാരെന്താ പതറണത്? ആൾക്കാർക്ക് മുൻ അനുഭവങ്ങളില്ലാത്തത് കൊണ്ടാണ്. മുന്നനുഭവങ്ങൾ പ്രധാനപ്പെട്ട കാരണമാണ്. ഇപ്പം അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിന് ആകുലപ്പെടുന്നു? അപ്പം ആകുലത എന്തുകൊണ്ടാണ്? ആകുലത വരണം. അപ്പോൾ ഈശോ കൊടുക്കണ മറുപടി എന്താണ്? 5 അപ്പം 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ നിങ്ങൾ എത്ര കുട്ട നിറയെ ശേഖരിച്ചു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 8:17. ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്നവർ പറഞ്ഞു. അപ്പം ഒരു ആകുലത, അപ്പമില്ലാത്തതിനെ കുറിച്ചൊരു ആകുലത, ജോലി ഇല്ലാത്തതിനെക്കുറിച്ച് ആകുലത, വിവാഹം ഒത്തുവരാത്തതിനെക്കുറിച്ച് ആകുലത, മക്കളില്ലാത്തതിനെക്കുറിച്ച് ആകുലത നമുക്ക് വരും. അപ്പോഴേ നമ്മളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എന്താ? അപ്പോൾ ഈശോ പറഞ്ഞത്, പഴയ കാര്യങ്ങളിലെ നിൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളെ നീ ഓർക്കണമെന്നാണ് പറയണം. എന്നിട്ട് നീ നിൻ്റെ വിശ്വാസത്തിൻ്റെ നങ്കൂരം അവിടെ ഇറക്കണം. എന്താ കാര്യം? ആ ദൈവം തന്നെയാണ് ഞാൻ. ഇപ്പം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ തരെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എബ്രായർ 13:8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. അപ്പം ഇന്നലെ 5 അപ്പം വർദ്ധിപ്പിച്ച ആളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, ഇല്ലേ? ഇതാണ് വിഷയം. അപ്പം അതുകൊണ്ട് അത് ഓർക്കണമെന്നാണ് പറയണത്.
ഇവിടെ അപ്പോസ്തലന്മാർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് അവർ ഓർത്തില്ല. നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകാം, പക്ഷേ അത് ഓർക്കണത്, ആ ഓർക്കണതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ആശ്വാസം അത് വേറെ ഒരു വിഷയമാണ്. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ കുറവും കൂടുതലും അനുസരിച്ചാണ് ഓർക്കണതും മറക്കണതും. മനസ്സിലായി? അവിടെയാണ് ആ കുഴപ്പം വരണത്. പരിശുദ്ധാത്മാവിൻ്റെ റോള് ഭയങ്കരമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കണ്ടേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 14:26 എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പഴയ കാര്യങ്ങൾ ഓർക്കണമെന്ന് ഈശോ പറയുന്നുണ്ട്. ഓർക്കുമ്പോഴാണ് ഈ ആശ്വാസം ഉണ്ടാകുന്നത്. ആ ഈശോ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവിടെ നീ സംഭ്രമിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാനാണ് നിന്റെ ദൈവം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. I will uphold you in my victorious right hand. എൻ്റെ വിജയകരമായ വലത് കരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും. വിജയകരം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ യുദ്ധം ചെയ്ത് ജയിച്ച കൈയാണെന്ന്. മനസ്സിലായില്ലേ? നീ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയി അതിനെല്ലാം ജയിച്ച ആളാണ്. അതുകൊണ്ട് ഇതെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാനാണ് നിന്റെ ദൈവം. കൈയടിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി. ദൈവപിതാവേ മഹത്വം. ദൈവപിതാവേ ഒരുമിച്ച് പാട്. അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാം, പക്ഷേ അനുഭവങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കണം നിർബന്ധമില്ല. നമ്മളെ ആശ്വസിപ്പിക്കണം എന്തായിരിക്കും? പരിശുദ്ധാത്മാവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആകണം. നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പഴയ ഫയലെടുത്ത് നമുക്ക് കാണിച്ചു തരും, നമ്മൾ ഓർപ്പിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നാണ് ഈശോയുടെ വാഗ്ദാനം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ നിലനിൽക്കാൻ എന്താ മാർഗം? എല്ലാവർക്കും വരുന്ന സംഭവങ്ങൾ അവർ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമുക്ക് ചില ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടല്ലോ, മൊബൈലൊക്കെ ആപ്ലിക്കേഷൻസ് ഇല്ലേ? അപ്പോൾ ഉണ്ടാവും, പക്ഷേ നമ്മൾ പറയും അത് ആക്ടിവേറ്റഡ് ആയിട്ടില്ലെന്ന് പറയും. രണ്ടും രണ്ട് സംഭവമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബട്ടൺ അമർത്തി ആക്ടിവേറ്റ് ആക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടാവും, അത് ആക്ടിവേറ്റ് മോഡിലായിരിക്കത്തില്ല. ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ പ്രഥമ നടപടി എന്താണ്? പശ്ചാത്താപമാണ് അല്ലേ? പശ്ചാത്താപം. അപ്പം ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് സുവിശേഷത്തിലൂടെ പത്രോസ് നൽകുന്ന മറുപടി എന്താണ്? നിങ്ങൾക്ക്
പശ്ചാത്താപം ഉണ്ടാകണം. അല്ലേ? നടപടിയെടുത്ത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കും, അയ്യോ ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും കാത്തലിക്സല്ലേ ഇരിക്കുന്നത്, നോൺ ക്രിസ്ത്യൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അയ്യോ ഞങ്ങളെങ്ങനെ സ്നാനം സ്വീകരിക്കണമെന്ന്. സ്നാനം പലതരം ഉണ്ടല്ലേ. വെള്ളത്തിൽ ബാപ്റ്റിസം വിത്ത് വാട്ടറുണ്ട്, പിന്നെ ബാപ്റ്റിസം ബൈ ഫെയ്ത്ത് ഉണ്ട്. എല്ലാവർക്കും സ്വീകാര്യവും ലളിതവുമായ മാർഗം എന്താണ്? ബാപ്റ്റിസം ബൈ ഫെയ്ത്താണ്. യേശുക്രിസ്തുവാണ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തതെന്ന് വിശ്വസിച്ചാൽ വിശ്വാസ സ്നാനമായി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, മഹത്വം, ഒരാൾ വിശുദ്ധിയോടെ ജീവിക്കുന്നു, വിശ്വാസത്തോടെ ജീവിക്കുന്നു, രണ്ടും ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. വിശുദ്ധിയോടെ ജീവിക്കുന്നു എന്ന് പറയണതും വിശ്വാസത്തോടെ ജീവിക്കുന്നു എന്ന് പറയണതും ഒന്നാണ്. രണ്ടാകണമെങ്കിൽ എൻ്റെ അകത്ത് കാപട്യമുണ്ട്. പറക്കും പറ്റുന്ന വിശ്വാസം, അതായത് ഞാൻ വിശ്വാസിയാണെന്ന് പറയുകയും ചെയ്യും, അവർക്ക് വിശുദ്ധി ഉണ്ടാകുകയും ചെയ്യത്തില്ല. അത് പക്ഷേ ഇത് രണ്ടും കൂടി സിങ്ക് ആകുമ്പോഴാണ് ശരിക്കും ഈ പവർ ആക്ടിവേറ്റ് ആകണത്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ നമുക്ക് വിശ്വസിക്കാം, കേവലമായി വിശ്വസിക്കാം, ആക്ടിവേറ്റ് ആകണമെന്ന് നിർബന്ധമില്ല. കാര്യം യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമാണ്, അതേസമയം തന്നെ ശക്തിയുമാണ്. അത് സ്റ്റാറ്റിക്കായിട്ടിരുന്നാൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇത് ഡൈനാമിക്കായിട്ടിരിക്കണം. യേശുക്രിസ്തു ഒരേ സമയം തന്നെ വ്യക്തിയാണ്. എന്താ 1 Corinthians 1:24 വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, വിളിക്കപ്പെട്ടവർക്ക് യഹൂദർക്കോ വിജാതിയർക്കോ ആരായാലും കുഴപ്പമില്ല. അതായത് വിളിക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്താൽ ആകർഷിക്കപ്പെട്ട ആൾക്കാരെയാണ് ഈ വിളിക്കപ്പെട്ടതെന്ന് പറയുന്നത്. അല്ലാതെ ദൈവം ഇങ്ങനെ ഓട്ടോറിക്ഷ മേക്കും കെട്ടി വിളിച്ചുകൊണ്ട് നടക്കുകയല്ലേ. വിശ്വാസത്താൽ ആകർഷിക്കപ്പെടുന്നവരാണ് ആരാണ്? വിളിക്കപ്പെടുന്നവർ. ഇപ്പം വിളിക്കപ്പെട്ടവർക്ക് ആരാണ്? യേശുക്രിസ്തു ആരാണ്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. ഇപ്പം ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ പവറാണ്. ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 തരത്തിലാണ് ദൈവത്തെ നമുക്ക് അനുഭവവേദ്യമാകണത്. ഒന്ന് വ്യക്തിയായിട്ടും രണ്ടാമത്തത് ശക്തിയായിട്ടും. ഒന്ന് വ്യക്തിയായിട്ടും രണ്ടാമത്തത് ശക്തിയായിട്ടും. ഇപ്പം ചില സമയത്ത് വ്യക്തിയും ശക്തിയും ഒരുമിച്ച് വരും. ഇപ്പം ചില സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈ പ്രസംഗങ്ങളുണ്ട്. വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുതെന്ന് പറയത്തില്ലേ? എഫേസോസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി. എഫേസോസ് 4:30 ലേഖനമാണ് കേട്ടോ, പൗലോസ് അപ്പോസ്തലന്റെ.
രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. കണ്ടല്ലേ, വേദനിപ്പിക്കണ ഒരു വ്യക്തി ആയാലല്ലേ വേദനിപ്പിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? ഇപ്പം ദൈവം വ്യക്തിയാണ് ശരിക്കും. ഇപ്പം വ്യക്തിയായിട്ട് ഇങ്ങനെ അതേസമയത്ത് അതാണ് വേദനിപ്പിക്കുന്നത് പറയണത്. എപ്പോഴാണ് വേദനിച്ച് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങളിലേക്കൊക്കെ നമ്മൾ വീഴുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വേദനിക്കുകയും, വേദനിച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കണത് എന്താണ്? നിർവീര്യമായി പോകും, പവർ പോകും. ഡീപ് പവർ എന്ന് പറഞ്ഞില്ലേ, പവർ പോകും. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അവിടെ എന്താ പറയണത്? നിർവീര്യം ആക്കരുത്, ഡീപ് പവർ ചെയ്യരുതെന്ന്. അതാ ആത്മാവ് ശക്തിയായത് കൊണ്ടാണ് നിങ്ങൾ ഡീപ് പവർ ചെയ്യരുതെന്ന് പറയണത്, നിർവീര്യമാക്കരുത്. അപ്പം ദൈവകൽപ്പനകൾക്കെതിരെ, അപ്പം ഡീപ് പവർ ചെയ്യാതിരിക്കാൻ വേണ്ടി, പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഉടമ്പടിയിലേക്ക് വരണത് നമ്മൾ. മനസ്സിലായില്ലേ? ആ ദൈവമായിട്ടുള്ള സ്നേഹം നിലനിൽക്കാൻ വേണ്ടി എപ്പോഴും ഈശോ പറയും, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാവനാത്മാവേ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക വീണ്ടും ശക്തിയേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഒരുമിച്ച് പാടാം, എല്ലാവർക്കും പാടാം, കൈയടിച്ചിട്ട് പാടാം. പാവനാത്മാവേ ശൂന്യതയിലും താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിൻ്റെ വീശിടുക വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, പാവനാത്മാവേ ശൂന്യതയിലും താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിൻ്റെ വീശിടുക വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക, വീണ്ടും ശക്തിയേകുക, ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഒരുമിച്ചെല്ലാവരും വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഭാഷാവരം ശ്രദ്ധിക്കട്ടെ, ഭാഷാവരത്തെ ശ്രദ്ധിക്കട്ടെ, വീണ്ടും ശക്തിയേകുക, വീണ്ടും
ശക്തിയേൽക്കുക. കർത്താവേ, സ്വർഗ്ഗം തുറക്കണമേ, സ്വർഗ്ഗം തുറക്കണമേ, കർത്താവേ, സ്വർഗ്ഗം തുറക്കണമേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയുടെ സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. അടിക്കാറ്റ് പോലെ, അടിപ്പിണർ പോലെ, മതം പോലെ ദൈവികമായ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ. മാറിയ രോഗങ്ങള്, തീരാവേദനകള്, വിവിധ ദുരിതങ്ങള്, വിവിധ ഭാരങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ, വിട്ടൊഴിയട്ടെ, വിട്ടൊഴിയട്ടെ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസത്താൽ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. ഒന്നെന്താണ്? ദൈവം അടിസ്ഥാനപരമായിട്ട് ആരാണ്? ഒരു വ്യക്തിയാണ്. അതേസമയം തന്നെ ദൈവം സാരൂപ്യത്തിൽ വ്യക്തിയും സാരാംശത്തിൽ ശക്തിയുമാണ്. ഈ ശക്തി നമ്മളിലേക്ക്, നമ്മളെ സ്നേഹത്തിൽ നിലനിന്ന് കഴിയുമ്പോൾ ശക്തി ആവഹിക്കാൻ തുടങ്ങും. ഇതാണ് എൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന്, പ്രക്രിയ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈശോ എപ്പോഴും പറയും, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ. യോഹന്നാൻ 15:9-10 തിരുവചനങ്ങൾ. യോഹന്നാൻ 15-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ, പറഞ്ഞേ, പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് വലിയ അക്ഷരത്തിൽ DTP ചെയ്ത് നിങ്ങൾ ഉടമ്പടി എടുത്തവർ നിങ്ങളുടെ വീട്ടിലെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈശോ എന്താ പറയുന്നത്? 15:9, യോഹന്നാൻ 15:9. അതായത് ഈ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള, ഈ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളെ ശക്തിയിലും നിലനിൽക്കാം. അതാണ് ഒരുമിച്ച് പോണ കാര്യങ്ങളാണത്. ഇപ്പോൾ നമ്മൾ 2 Corinthians 12:9 യേശുക്രിസ്തുവിൻ്റെ ശക്തി എന്നിലേക്ക് ആവസിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബലഹീനതയെ ഓർത്തുകൊണ്ട് സ്തുതിക്കുമെന്ന് പറയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 2 Corinthians 12:9 ക്രിസ്തുവിന്റെ ശക്തി, പറഞ്ഞേ, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. ഇത് വളരെ ശ്രദ്ധയോടെയാണ് ഈ വാചകം കേൾക്കേണ്ടത്. എന്താ കാര്യം? എന്നിട്ട് പറഞ്ഞ 2 Corinthians 12:9 എന്താ പറഞ്ഞത്? ക്രിസ്തുവിന്റെ ശക്തി എന്നിലേക്ക് ആവസിക്കുന്നതിനായി. അപ്പോഴേ ക്രിസ്തുവിന്റെ നമ്മൾ കണ്ടത് എന്താണ്? അതായത് ദൈവം ഒരു വ്യക്തിയുമാണ്, അതേസമയം തന്നെ ശക്തിയുമാണ്. ഇനി വ്യക്തിയുമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഈശോ പറയും, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അല്ലേ? എങ്ങനെയാണ് സ്നേഹത്തിൽ നിലനിൽക്കുന്നത്? ഉടമ്പടി പ്രകാരമേ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? വളരെ ശ്രദ്ധിക്കണം. ഒരു വ്യക്തിക്ക് ഉടമ്പടി പ്രകാരം മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ.
അല്ല പ്രാർത്ഥനാ പ്രകാരം മാത്രം പറ്റത്തില്ല, നോമിനൽ ഫെയ്ത്തായിട്ട് പറ്റത്തില്ല, ഒരു കേവല വിശ്വാസിയായിട്ട് പറ്റത്തില്ല, ജ്ഞാനസ്നാനം ചെയ്തുകൊണ്ട് മാത്രം പറ്റത്തില്ല. എന്താ കാര്യം? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്. അപ്പോൾ ഉടമ്പടിയിലാണ്, ഈശോ ഉടമ്പടിയിലാണ്. മനസ്സിലായില്ലേ? ഞാൻ ആ 15:9 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈശോ ഉടമ്പടിയിലാണ്. എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ ഇതാണ് ഈ സ്നേഹത്തിൽ നിലനിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കത്തോലിക്കർ കുമ്പസാരിക്കുമല്ലോ, 2 ആഴ്ച കൂടെ കുമ്പസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുമ്പസാരിക്കുമ്പോൾ അത് കുഴിയാഴ്ച കുമ്പസാരമല്ല കേട്ടോ, നോൻപ് കുമ്പസാരവും അല്ല. ഉടമ്പടി കുമ്പസാരം എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ പരിശോധിച്ച് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എന്താണ്? കർത്താവിൻ്റെ സ്നേഹത്തിലാണോ ഞാൻ നിലനിൽക്കുന്നതെന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഉടമ്പടി പുതുക്കുന്നവരും പരിശോധിക്കേണ്ടത് അതാണ്. ഫസ്റ്റ് റെഫറൻസ്, ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിലാണോ നിലനിൽക്കുന്നത്. ഇപ്പം നിലനിൽക്കുന്നതിന് എന്താ? എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ, പറഞ്ഞേ, എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഈശോ എടുത്തെടുത്ത് പറയുന്ന സംഭവമാണ്. ദൈവം ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയോടുണ്ടാകാവുന്ന നമ്മളുടെ ഇൻറ്റിമസി നിശ്ചയിക്കുന്നത് നമ്മൾ പാലിക്കുന്ന വചനങ്ങളുടെ, ചെറുതും വലുതുമായിട്ടുള്ള വചനങ്ങളുടെ വെയിറ്റേജ് അനുസരിച്ചായിരിക്കും. ഇൻറ്റിമസി ദൈവമായിട്ടുള്ള, ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് പ്രബോധനമാണ്. പ്രബോധനം എന്തിനുള്ളതാണ്? നിങ്ങൾക്ക് പ്രബോധനം കൊടുക്കാനുള്ളതാണ്. 2 തരം വിളമ്പലാണ് ആൾക്കാരിൽ നിന്ന് കിട്ടുന്നത്. പാല് കിട്ടും ശിശുക്കൾക്കാണ്. പാല് കഴിഞ്ഞാൽ പിന്നെ കിട്ടണത് എന്താ? പ്രബോധനമാണ്. അപ്പോൾ ചിലർക്ക് പ്രബോധനമാകുമ്പോൾ അയ്യോ ഇത് പ്രബോധനമാണല്ലോ എന്ന് പറയുമ്പോൾ അതല്ല, അത് പുതുക്കിയ ദൈവത്തെ വളർന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ പ്രബോധനം കിട്ടുന്നത്. കാര്യം പാലും പ്രബോധനവും, ലളിതമായ ആഹാരവും ഗുരുത്വമുള്ള ആഹാരവും രണ്ടും രണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ടും ഒരുമിച്ചാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പാല് കൊണ്ടിരുത്ത് പ്രബോധനമുണ്ട്. ഈ പ്രബോധനം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രബോധനം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഉപദേശ വരങ്ങളാണ്. അപ്പോൾ ഒന്നെടുത്ത് ഹെബ്രായരെടുത്ത് ഹെബ്രായർ 5:12 ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതാണ് സംഭവം. ഈ ഉടമ്പടി വെള്ള ഉടമ്പടിയുണ്ട്, സിൽവർ ഗ്രേ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ കക്ഷികളെ കുറിച്ചാണ് ഇപ്പോൾ പറയണത്. എന്താണ്? അവർ പ്രബോധകരാകേണ്ടിയിരുന്നവരാണെന്ന്. പക്ഷെ അവർ വയറ്റിപ്പഴുപ്പോട് നടന്ന് പ്രബോധകരായില്ല. അതാണ് ഈ പറയണത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരെ വെച്ചാൽ മറ്റുള്ളവരെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീജ രാജേഷ് എന്നും പറഞ്ഞു, ഈ ക്രിസ്ത്യാനിയുടെ കാര്യം പോക്കാണെന്ന് തോന്നുന്നു. ഇന്നലെ ശ്രീജ രാജേഷ് എന്നും പറഞ്ഞൊരു മോളോട് സാക്ഷ്യം പറഞ്ഞു. ശ്രീജ രാജേഷ്. അപ്പോൾ അവൾ ദൈവസ്നേഹം നിറഞ്ഞ് ഉടമ്പടി എടുത്ത് ദൈവസ്നേഹം നിറഞ്ഞ് ദൈവമായിട്ട് ഭയങ്കര ആഴപ്പെട്ടിരിക്കുന്ന അവളുടെ മെയിൻ പരിപാടി ഈ മുസ്ലിം സഹോദരങ്ങൾക്ക് അവളുടെ ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുന്നതാണ് അവരുടെ മെയിൻ പരിപാടി. അപ്പോൾ ഒരു താത്ത പറഞ്ഞ്, ശ്രീജ, അവരുടെ നല്ല സുഹൃത്തുക്കളാണ്, ശ്രീജ ഞാനിങ്ങനെയുള്ള കണ്ടൻറ്റൊന്നും നോക്കാറില്ല കേട്ടോ, എനിക്ക് അയക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീജ പറയും, താത്ത ഇത് കുഴപ്പമില്ല, ഇത് എൻ്റെ അനുഭവങ്ങളാണ്, താത്താക്ക് ഈ അനുഭവം വരുമ്പോൾ ഞാൻ ചെയ്യണത് ശരിയാണെന്ന് തോന്നുന്നു പറഞ്ഞു. എന്നാലും അയാൾ അയക്കേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മര്യാദ ഉണ്ടല്ലോ, അവൾക്ക് അയച്ചില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ താത്തയുടെ മകൾക്ക് അസുഖം വന്ന്. അപ്പോൾ
താത്ത ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ശ്രീജെ ആ കണ്ടന്റ് തിരിച്ചയച്ചെന്ന് പറഞ്ഞു. എല്ലാവർക്കും ക്രിസ്തുവിന് ആവശ്യമുണ്ട്. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ സ്വന്തമാക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ശ്രീജയെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താണ് വെച്ചിരിക്കുന്നത് ഇടിക്കണ പോലെയാണ് അനുഗ്രഹങ്ങൾ. അവൾ വളരെ നമ്മൾ ഈ ആഴ്ചയിൽ വന്ന ഏറ്റവും പാവപ്പെട്ട സ്ത്രീയാണ്. പക്ഷേ വിശ്വാസത്തിൽ അവളൊരു കോടീശ്വരിയാണ്. അതാണ് വിഷയം. നമുക്ക് ചിലപ്പോൾ പണത്തിൽ നമ്മൾ സെറ്റപ്പായിരിക്കാം, വിശ്വാസത്തിൽ നമ്മൾ വളരെ പരാധീനതപ്പെട്ട ആളാകാം. ഇപ്പോൾ സിജയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇന്നലെ അവൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തോന്നിയത്, അവളുടെ ഒരു വസ്തു ജപ്തിയാണ്. ഈ വസ്തുവിന് ജപ്തി മാറാൻ വേണ്ടിയാണ് ഇവൾ ദുബായിൽ പോയത്. അവിടെ പോയെങ്കിലും വസ്തു ജപ്തിയായി. അപ്പോഴേ ഉടമ്പടി എടുത്തിട്ടാണ് ദുബായിലേക്ക് ആൾ പോയത്. ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഉടമ്പടി രാത്രിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പറയും ചിട്ടി ചിട്ടി എന്ന് പറയും. അതായത് സാധാരണ മനുഷ്യരോട് സാധാരണ വിഷയത്തിൽ ദൈവം സംസാരിക്കും. അതാണ് വിഷയം. അവർക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. മാതാവ് അവളോട് പറയും ശ്രീജ ചിട്ടി ചിട്ടി എന്ന് പറയും. അപ്പോൾ ഇതൊരു 3-4 ദിവസം ഇങ്ങനെ ചിട്ടി ചിട്ടി എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് തോന്നും ഞാൻ ചിട്ടി എടുക്കാൻ വേണ്ടി അമ്മ പറയുകയായിരിക്കുമെന്ന്. അപ്പം അങ്ങനെ വലിയ ചിട്ടി എടുക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പം അതാണോ ഇല്ലേ എന്നറിയാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചിട്ടിക്കാരൻ പുള്ളി വിളിക്കും, ശ്രീജ ഒരു പുതിയ ചിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഒക്കെ മനസ്സിലാവും മദർ തന്നെ സെറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് മദർ സെറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരികയാണ് എന്ന് പറയും. ഉടനെ അവൾ ചിട്ടി പിടിക്കും. അവൾ ചിട്ടി എടുക്കും. അപ്പോൾ അവൾ പറഞ്ഞ ഇതാണ്, ചിട്ടി വീണാലും എനിക്ക് ഈട് വെക്കാനുള്ള പ്രമാണം വേറെ ബാങ്കിൽ ഇരിക്കണേ. അതാണ് പ്രശ്നം. ഓരോ മനുഷ്യൻ പെടുന്ന പാടില്ലേ, കണ്ണുനീര് അവൻ്റെ കണ്ണീര് അവൻ്റെ സ്വന്തമാണ്. അത് അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ മാതാവിനെല്ലാം മനസ്സിലാവും. കൈയ്യടിയുടെ ശ്രുതികടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ശ്രീമാതാവേ ഹല്ലേലൂയ, മാതാവേ മഹത്വം. ജയേഷ്മതൻ്റെ പാട്ടാണിത്. ജയേഷ്മതനോട് ഒരിക്കൽ ഞാൻ പറഞ്ഞ് നമ്മുടെ മാതാവിനെ കുറിച്ച് പാട്ട് പാടാമെന്ന് പറഞ്ഞു. ഇപ്പം ജയേഷ്മതൻ എഴുതിക്കൊണ്ട് വന്ന പാട്ടാണിത്. വാഗ്ദാന പേടകമേ, എന്താ ജയേഷ്മത? വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരെ, സ്വർഗീയ പൊന്മലരെ, പൊന്മലരെ, കൃപാസനത്തിൻ്റെ അമ്മേ. കൃപാസനത്തിൻ്റെ അമ്മയെന്ന് കേട്ടപ്പോൾ എൻ്റെ നെറ്റി ചുളിഞ്ഞായിരുന്നു അന്ന്. ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇപ്പം നിങ്ങളിങ്ങനെ ഓരോ ധ്യാനഗ്രന്ഥക്കാരും ഓരോ അമ്മയും കൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കണം എൻ്റെ ഉദ്ദേശം. ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ഒരു യുക്തിവാദി ജീവിച്ചിരിപ്പുണ്ട്. അത് കാരണം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. കാര്യം അങ്ങനെ നമ്മളെ കൃപാസനത്തിൻ്റെ അമ്മ, സഭയുടെ മാതാവെന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ ആ പാട്ട് ക്ലിക്കായി, അഭിഷേകമായി. എന്താ കൃപാസനത്തിൻ്റെ അമ്മയെന്ന് ഇപ്പം എനിക്ക് കുറച്ച് അന്നെനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ കാര്യം, കൃപാസനത്തിൻ്റെ അമ്മയെന്ന് പറയുന്ന ശ്രീജയുടെ ചിട്ടിയൊക്കെ എടുക്കും. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. കൃപാസനത്തിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ശ്രീജയുടെ ചിട്ടി പ്രശ്നമെങ്കിൽ ചിട്ടി പ്രശ്നം. അവൾ രക്ഷപ്പെടാൻ എന്താ മാർഗം?
അത് എടുക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കൃപാസന അമ്മയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നെ ആ ചിട്ടിക്കാരൻ വിളിച്ച് പറഞ്ഞ ശരി, 2 ചിട്ടി തുടങ്ങിയിട്ടുണ്ട് പുതുതായിട്ട്, നീ വേണ 1 ചിട്ടി കൂടി എടുക്കാൻ പറഞ്ഞു. അപ്പം അതിനും കൂടി 5000 രൂപയാണ് എൻ്റെ ഗഡുക്കൾ വരുന്നത്. ഇവൾ 5000 അടച്ചു. ഇപ്പോൾ ഒരു ദിവസം ഒരു മാസം 10000 രൂപ 2 ചിട്ടിക്ക് അടക്കണം. വേറെ കടങ്ങളൊക്കെ ഉണ്ട്. ഇതിനോട് ചിട്ടിയും കൂടി ചെയ്താൽ പിന്നെ അറ്റപ്പറ്റ നിൽക്കുകയുള്ളു. അപ്പം അങ്ങനെ ഒരു ബാലൻസിലാണ് പോണത്. നൂൽപ്പാലത്തിൽ കൂടിയുള്ള ജീവിതമാണ് ഇങ്ങനെ പോണത്. അപ്പോൾ അമ്മയോട് അവൾ പറയും, എൻ്റെ ജപ്തിയാണ് പറമ്പിന്, അതിൻ്റെ സമയം കഴിയാൻ പോകുന്നു, ചിട്ടിയുടെ ദിവസമായി വരുന്നു. അമ്മ ഈ ചിട്ടിക്ക് എന്നെ സഹായിച്ചാൽ മാത്രമേ ഈ ജപ്തിയിൽ നിൻ്റെ പ്രമാണം രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതാണ് മനസ്സിലായത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ബുദ്ധിയുള്ളവരൊക്കെ പറയും, ഓ ഇങ്ങനെയൊക്കെയാണ് മാതാവിനോട് പ്രാർത്ഥിക്കണം. ശ്രീജ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. കാര്യം അവളുടെ പ്രശ്നം അതാ. അവളെന്താ പറയണത്? അവളുടെ ബാങ്കിൽ അവളുടെ പ്രമാണം ജപ്തിയിലാണ്. അതിനൊരു ഡേറ്റ് ഉണ്ട് ജപ്തിക്ക്. ആ ഡേറ്റിന് മുമ്പ് ചിട്ടി വീഴണം. ചിട്ടി ഒന്നേ ഇറക്കിയിട്ടുള്ളൂ. ആ ചിട്ടി വീഴാൻ വേണ്ടിയാണ് ഇവൾ പറയണത്. ആ ചിട്ടിയിൽ 60 പേരുണ്ട്, കുറിയിടുകയാണ്. ആ ചിട്ടിക്ക് 60 ആൾക്കാർ ചേർന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ രാത്രി ഇരുന്ന് അമ്മയോട് പറയും, അമ്മേ 60 പേരുണ്ട്, ചോദിക്കണമെന്നും പറയണ്ട, വേറെ മാർഗ്ഗമില്ലല്ലോ. അമ്മ ഇവിടുന്ന് അവൾ പറയുന്നുണ്ട്, ചില്ലും പൊട്ടിച്ച് അമ്മ പോകണം. ആ പ്രാർത്ഥന അത്രയേ ഉള്ളൂ, സിമ്പിളാണ് ആ പ്രാർത്ഥന. നമുക്കത് പറയുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അവളുടെ അവസ്ഥയാണ്, അമ്മ ചില്ലും പൊട്ടിച്ച് അമ്മ പോകണം. അമ്മ ചെന്നിട്ട് എൻ്റെ പേര് തന്നെ എടുത്ത് എനിക്ക് തന്നെ, എന്നാലും നിക്കക്കള്ളിയുള്ളെന്ന് പറയും. പിറ്റേ ദിവസം ചിട്ടി എടുക്കുമ്പോൾ 1ാമത്തെ ചിട്ടി കുറി വീണ ശ്രീജയുടെ പേരാ. അപ്പം അതാണ് എന്നുവെച്ചാൽ അവളുടെ കണ്ണുനീര് ഒപ്പണമെങ്കിൽ അതേ മാത്രമേ നടപടിക്രമമുള്ളൂ. വേറെ താത്വിക പ്രബോധനം നടത്തിയിട്ട് കാര്യമില്ല. താത്വിക പ്രബോധനം അല്ല നടത്തേണ്ടത്. അവിടെ വിഷയം വിശക്കുന്നവന് അവിടെ വേറെ ചോറിനെക്കുറിച്ച് നമ്മൾ ഒരു എസ്സേ എഴുതി കൊടുത്തിട്ട് കാര്യമില്ല. ചോറ് വിളമ്പി കൊടുക്കണം. വിശപ്പിനെക്കുറിച്ചുള്ള അനാറ്റമിക്കൽ ബയോളജിക്കൽ ഡേറ്റ കൊടുത്തിട്ട് കാര്യമില്ല. എന്താണ് വിശപ്പ്? വേണമെങ്കിൽ പറയാം അതൊരു തോന്നലാണ് എന്ന് പറയും. നല്ല കാര്യമുണ്ട്. അവർ ചോറ് കൊടുക്കണം പദ്ധത്തിൽ. അതാണ് കൃപാസനത്തിൻ്റെ അമ്മ. ശ്രുതികട ഹല്ലേലൂയ. സഞ്ചാരി മാതാവ് എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെ വന്നതാണ്? എല്ലാത്തിനും ബിബ്ലിക്കലായിട്ടുള്ള ഒരു എന്താണ് ഫൗണ്ടേഷൻ ഉണ്ടാവും. പക്ഷേ ആൾക്കാരുടെ അനുഭവ തലങ്ങളിൽ നിന്ന് അവരിടുന്ന പേരുകളാണ് ഇതൊക്കെ. ആൾക്കാരുടെ അനുഭവ തലങ്ങൾ എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ ഷിക്കാഗോയിൽ ചെന്ന് ഉടമ്പടി ധ്യാനം നടത്താൻ വേണ്ടി ചെന്നപ്പോൾ തന്നെ ആ പള്ളിയിലെ ആൾക്കാരെല്ലാം പറഞ്ഞു, അച്ഛാ ഇത് കണ്ട അച്ഛാ, നമ്മുടെ പള്ളിയുടെ മുകളിൽ നോക്കിയേ എന്താ മഴവില്ല് വീശി നിൽക്കണമെന്ന്. അതെന്താണ് കാര്യം? അതായത് ഉടമ്പടി ദൈവം സ്ഥാപിച്ചപ്പോൾ മഴവില്ല് സ്ഥാപിച്ചത് എന്താ പറഞ്ഞത്? ഈ മഴവില്ല് ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടിയുടെ ആ ഉടമ്പടി സ്ഥിരപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അടയാളമായിരിക്കുമെന്ന്.
സ്ഥിരപ്പെടുത്തുന്ന അടയാളമാണ് ശരിക്കും. ഇങ്ങനെ ഞാൻ മാത്രമല്ല, ജനങ്ങൾ മാത്രമല്ല, ആ 3 ദിവസവും ആ മഴവില്ല അവിടെ നിൽക്കുക ശരിക്കും. എന്നുവെച്ചാൽ ഉടമ്പടിയിൽ ഇപ്പോൾ ഇന്നലെ തൊട്ട് തുടങ്ങിയ സാക്ഷ്യങ്ങൾ, ഷിക്കാഗോയിൽ നടന്ന ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഇന്നലെ തൊട്ട് ഇവിടെ വന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ആഴ്ച ആയുള്ള ഷിക്കാഗോയിൽ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പുറകെ സാക്ഷ്യം വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരി മാതാവാണ്. അമ്മ എവിടെയും എത്തി. അതുകൊണ്ടാണ് ഈ പ്രസൻസ് എപ്പോഴും പ്രോബ്ലം നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആഴത്തിൽ തന്നെ വളർത്തണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല രൂപമാണ് ഈ ഉടമ്പടിയിലുള്ള ഓരോ ഘട്ടങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ പാലിക്കേണ്ടത്. വളരെ ശ്രദ്ധയോടെ. കാര്യം ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. അതെല്ലാം ദൈവം ഉടമ്പടി വഴിയാണ് നിവൃത്തിയാക്കുന്നത്. എല്ലാം ഉടമ്പടി. നമുക്ക് വരുന്നൊരു വിഷയം, നമ്മൾ ചിലർക്ക് ശ്രദ്ധയില്ലാത്തതാണ് വിഷയം. ആ ഉടമ്പടി വിഷയം നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ യാന്ത്രികമായിട്ട് ചെയ്യുന്നുണ്ടാകും. യാന്ത്രികമായിട്ട് ഇപ്പം നമ്മുടെ ഒരു വീട്ടിലൊരാളെ നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പം പൈസ ഉള്ളവരൊക്കെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഒരാളെ നിർത്തുന്നത്, അവർക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് ഒരാളെ നിർത്തത്തില്ലേ? അല്ല, അവരെന്നെ ഹോം നേഴ്സൊക്കെ പാസ്സായിട്ടുള്ളവരും അത് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് പാസ്സായിട്ടുള്ളവരൊക്കെ ആണ് ഈ ഇങ്ങനെയുള്ള ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ നോക്കണത്. പക്ഷേ അവർ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയും ചെയ്യും, ഭക്ഷണം കൊടുക്കും, ഉറക്കും, എല്ലാം ചെയ്യും. പക്ഷേ അമ്മ നോക്കണ പോലെ വരുമോ? അതാണ് വരത്തില്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. അത് രണ്ട് വിഷയമാണ്. ഇതുപോലെ തന്നെ ഉടമ്പടി നമുക്ക് മെക്കാനിക്കലായിട്ടും ചെയ്യാം, കൂലിക്ക് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതെല്ലാം കാട്ടിക്കൂട്ടി നിങ്ങൾ ചെയ്ത് ഒപ്പിക്കും, അങ്ങനെ ചെയ്യാം. ശമ്പളത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യാം. അതേസമയത്തിന് ദൈവത്തിൻ്റെ പൈതലെന്ന രീതിയിൽ ദൈവസ്നേഹത്തെ വളരാനും നിലനിൽക്കാനും ഈശോ എന്താ പറഞ്ഞത്? ഇതിനകത്ത് ഗ്യാപ്പുണ്ടാകരുതെന്ന് ഈശോ പറഞ്ഞത്. ഗ്യാപ്പുണ്ടാകരുതെന്ന്. ദൈവസ്നേഹത്തിൽ ഗ്യാപ്പ്, അത് ഭയങ്കരമായ ഒരു പ്രശ്നമാണ് ഉടമ്പടിയിൽ ഗ്യാപ്പ് ഉണ്ടാകരുത്. എന്താ? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ, അല്ലേ? അതായത് 15:9 എന്താണ്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, അല്ലേ? അതാണ് സംഭവം. അപ്പം നിലനിൽപ്പാണ് ഒരു പ്രശ്നം. 15:9 15:7 ഒന്ന് വായിച്ച് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ 15:9. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ എങ്കിലും അവർ പറയും ഉടമ്പടി അത് 90 ദിവസത്തെ കാര്യമല്ലേ എന്ന് പറയും. 90 ദിവസത്തെ കാര്യമല്ലേ? അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ലോകത്തന്മാരായിട്ട് ജീവിക്കുമോ? അപ്പോൾ അതിനെ ഗ്യാപ്പായില്ലേ? അപ്പോൾ 90 ദിവസത്തെ കാര്യമല്ലേ എന്ന് ദൈവത്തോട് പറയരുത് നിങ്ങളൊരിക്കലും. മനസ്സിലായില്ലേ? 90 ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ഒരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല. ദൈവം തമ്മിൽ കർത്താവ് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ എനിക്ക് പ്രത്യേക ദൈവസ്നേഹത്തിന്റെ അഭിഷേകം നൽകണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള മരണം വരെ ഉടമ്പടിയിൽ നിലനിൽക്കുവാനുള്ള അധിക അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ.
സ്നേഹത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അപ്പൊ നിലനിൽപ്പാണ് എൻ്റെ അത് സംഭവം. വെറുതെ നിലനിന്നാൽ പോരാ, സാങ്കേതികമായിട്ട് നിലനിന്നാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ നിലനിൽക്കണം. ഇത് പ്രത്യേക ഒരു വിഷയമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി. ജിജോ പാലക്കാട്, അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒന്നിനും വേണ്ടിയല്ല ഉടമ്പടി എടുത്തത്, ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനാണ്. അയ്യോ, എന്നാ പറച്ചിലായി ആൾക്കാരൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടെന്ന് അറിയാമോ? ഞാൻ ഒന്നിനും വേണ്ടിയല്ല ഉടമ്പടി എടുത്തത്. ജിജോ പാലക്കാട് ഇന്നലെ പറഞ്ഞ നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനാണ്. ഇപ്പം കേരള ജനതയ്ക്ക്, മലയാള സമൂഹത്തിന് മനസ്സിലായി ഉടമ്പടി എന്ന് പറയണത് നല്ല ദൈവ പൈതലായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. പിന്നെ പുള്ളി ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഇവിടെ കയറി നിന്ന് ജനങ്ങളുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നീ എനിക്കൊരവസരം തരണം. അത് മനസ്സിലായില്ലേ? അത് തിരിച്ചിട്ടിരിക്കുകയാണ്. ചില പറയും എനിക്ക് ജോലി വേണം, വീട് വേണം, വഴി വേണം, അഡ്മിഷൻ വേണമെന്നല്ലേ പറയണത്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തന്നെ വേറൊരു അത് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ളൊരു സെറ്റിൽമെൻറ്റാണ്. ജിജോ ഇത് സെറ്റ് ചെയ്തിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ കയറി നിന്ന് 10 മനുഷ്യരുടെ മുമ്പിൽ നീ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്താൻ എനിക്കൊരവസരം തരണം. കാര്യം വല്ല സാക്ഷ്യങ്ങളും പറഞ്ഞാൽ ഇവിടെ കയറ്റി പറയിപ്പിക്കത്തില്ലല്ലോ, ഞങ്ങൾക്ക് ബോധ്യം വന്ന. ഇവിടെ പറഞ്ഞ എല്ലാ സാക്ഷ്യവും ഞാൻ അംഗീകരിക്കത്തില്ല. എന്താ കാര്യം? അത് ഉടമ്പടി അവർ ഇപ്പോൾ തൽക്കാലം കേട്ട് കഴിയുമ്പോൾ ഒരു ഒക്കെ അടിക്കുന്ന സാധനമാണ്. അതിനകത്ത് വിശ്വാസമുണ്ട്, ദൈവസ്നേഹമുണ്ട്, ഉടമ്പടിയുണ്ട്, അവൻ പറയണ പോലെ ചെയ്തിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെന്ന് പറയുമ്പോൾ അവരവിടുന്ന് കൺകറൻ്റായിട്ട് പറയും. പക്ഷെ ഞാനൊരു സാക്ഷ്യം തിരഞ്ഞെടുക്കുമ്പോൾ എനിക്കിതെല്ലാം ഞാൻ ചോദിക്കും. ഈ സാക്ഷ്യത്തിൻ്റെ അകത്ത് മെഡിക്കൽ ഗ്രൗണ്ട് ഇല്ലേ? മെഡിക്കൽ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് മെഡിസിൻ്റെ ടെക്നിക്കൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂവ് കിട്ടിയിട്ടല്ലേ അത് നമ്മളോട് ബന്ധമില്ല. അത് ദൈവത്തിൻ്റെ തന്നെ വേറൊരു ദാനം, ഡോക്ടർമാരിലൂടെ കിട്ടണതാണത്. നമുക്കിവിടെ കിട്ടേണ്ടത് ഉടമ്പടി മാത്രമായിരിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പം അങ്ങനെ ജിജോയ്ക്ക് 2-3 സാക്ഷ്യങ്ങൾ കിട്ടിയപ്പോൾ ജിജോയുടെ സാക്ഷ്യത്തിൽ കൺകറൻറ്റ് കിട്ടി. അപ്പോൾ ജിജോ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴാണ് എൻ്റെ ഈ തടസ്സങ്ങളും കടങ്ങളൊക്കെ മാറി എൻ്റെ ജീവിതം സെറ്റ് ചെയ്യാൻ തുടങ്ങി എപ്പോഴാണെന്ന് അറിയാമോ? അത് ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണെന്ന്. അതാണ് വിഷയം. എന്നിട്ട് ഈ കക്ഷി പത്രം കൊടുക്കണ 1-2 അല്ല, ഒരു മാസം വന്നിട്ട് 10 കെട്ട് പത്രം 3 പ്രാവശ്യമായിട്ടും അതായത് 10 കെട്ട് പത്രം 3 പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് രാത്രി വരെ കൊണ്ടു നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ പറഞ്ഞ്, കർത്താവ് സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, സഭയെക്കുറിച്ച് പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു, കൈമാറി കൊടുക്കുകയാണ്.
അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണതും അത് സുവിശേഷ പ്രവർത്തനം ചെയ്യണതും 2 മാർക്കാണുള്ളത്. സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യണതും കാരുണ്യ പ്രവർത്തികൾ ചെയ്യണതും 2 മാർക്കാണ്. ഇപ്പം നേരത്തെയുള്ള മാർപ്പാപ്പ ഇരുന്നപ്പോൾ കാരുണ്യ പ്രവർത്തിക്കായിരുന്നു പ്രാധാന്യം, പുതിയ മാർപ്പാപ്പ വന്നപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിനായിരുന്നു പ്രാധാന്യം. വ്യത്യാസം വന്നു കണ്ടില്ലേ? സഭ ഓരോ കാലത്തും ഇങ്ങനെ പരിപോഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ കാരുണ്യ പ്രവർത്തിക്കായിരുന്നു പ്രാധാന്യം. പുതിയ മാർപ്പാപ്പ വന്നപ്പോൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക എന്നുള്ള മിഷനെയാണ് പ്രാധാന്യം. എന്താ കാര്യം വെച്ചാൽ സുവിശേഷത്തിൽ ഏതിനാണ് വിലയെന്ന് ചോദിച്ചാൽ 2 മസ്റ്റാണ്. പക്ഷേ വില നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്? ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 25:34 എടുത്ത് ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന മത്തായി 25:34. മത്തായി 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. ഇതാണ് നമ്മൾ കാരുണ്യ പ്രവൃത്തികളിലൂടെ ചെയ്യുന്നത്. അപ്പോഴേ ആ കാരുണ്യ പ്രവൃത്തി റിസൾട്ട് എന്താണ്? എന്താ അവസാനം 34 എന്താ പറയണത്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ, ലോകാരംഭം മുതലുള്ള രാജ്യം നിങ്ങൾ അവകാശമാക്കുവിനെന്ന് പറയും. അപ്പം നമുക്ക് ഉടമസ്ഥ കിട്ടി. എൻ്റെ അടുത്ത് വരുന്നൊരു ട്വിസ്റ്റിങ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സുവിശേഷ കൈമാറ്റമാണ് രണ്ടാമത്തത്. സുവിശേഷ കൈമാറ്റത്തിൻ്റെ വിഷയം എന്താണ് പറയണത്? അവകാശമാക്കുന്ന പൊസിഷൻ ചെറുതോ വലുതോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. അതാണ് 5:19 എടുത്ത് 5:19. മത്തായി 5:19. ഈ പ്രമാണങ്ങളിൽ കൽപ്പനകളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പൊ അതായത് വിശ്വാസം കൈമാറുന്നവൻ, വിശ്വാസം പഠിപ്പിക്കുന്നവൻ, വിശ്വാസം പ്രചരിപ്പിക്കുന്നവൻ, അവനാരാണ്? ദൈവരാജ്യത്തിലെ വലിയവനാണ്. മറ്റേതെന്താണ്? ദൈവരാജ്യം അവകാശപ്പെടുത്തിയിരിക്കുന്നേ ഉള്ളൂ. ചെറുതാ വലുതാണെന്ന് നമുക്കറിയത്തില്ല. വലുതാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സുവിശേഷം കൈമാറണം, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം. അതാണ് ജിജോ പറയണത്. ജിജോ പറഞ്ഞു, എനിക്ക് പത്രം ഞാൻ കൈമാറാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കർത്താവ് ഇടപെടാൻ തുടങ്ങിയെന്ന്. എന്താ കാര്യത്തിൽ അവന് കൊടുത്തിരിക്കുന്ന വരം അതാണ്, സുവിശേഷ കൈമാറ്റമാണ്. അപ്പം സുവിശേഷ കൈമാറ്റത്തിന് ധൈര്യമില്ലാത്തത് എനിക്ക് വേണത് ഉടമ്പടി എടുക്കാൻ പറ്റും, പക്ഷേ റിസൾട്ട് വലുതായിട്ട് പ്രതീക്ഷിക്കരുത്. റിസൾട്ട് ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. കാരുണ്യ പ്രവർത്തി റിസൾട്ട് ഉണ്ടല്ലോ, പ്രാർത്ഥനയുടെ റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ അതേസമയം തന്നെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞതാണ്, വെള്ളം കുടിച്ചാൽ എന്ത് പറ്റും? കിഡ്നിയും കരളും എല്ലാം അടിച്ചു പോകും, അല്ലേ? അതുപോലെയാണ് വെള്ളം കുടിക്കണ പോലെ വെള്ളത്തിന് എന്തുമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആൾക്കാർ വേണം നമ്മുടെ സൗന്ദര്യം വരെ വെള്ളം കുടിക്കുന്നവർക്കുള്ളതാണ്, അല്ലേ? വെള്ളം കുടിക്കുന്നവർക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകുന്ന പറയണത്. കാര്യം എന്താ? തൊലിയൊക്കെ ഇങ്ങനെ കുത്തുന്ന നനഞ്ഞ് മെഴുകി അങ്ങനെ ഇരിക്കും ഭംഗിയായിട്ട്. വെള്ളം കുടിച്ചില്ലെങ്കിൽ ചുക്കി ചുളുങ്ങിയിരിക്കും, അല്ലേ? ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. പ്രാർത്ഥനയുടെ റോൾ അതാണ്, വെള്ളമാണ്. വെള്ളം എന്തുമാത്രം അത്യന്താപേക്ഷിതമാണോ
അത്രയും അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥന. പക്ഷേ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് വേറെ ന്യൂട്രീഷ്യനാണത്, പോഷകാഹാരമാണ്, വെള്ളം മാത്രമല്ല. ഇനി വിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന ന്യൂട്രീഷ്യനാണ്, നിത്യത വരെയാണ് അതിൻ്റെ സംഭവം, നിത്യത വരെയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള എന്താണ് പൊസിഷനുണ്ട്. അപ്പം നിങ്ങൾ അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം അത്യാവശ്യമാണ്. പക്ഷെ നമുക്ക് ഭാവിയിൽ ദൈവത്തിന് കൂടി പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് ഉടമ്പടി ഒന്ന് കറക്റ്റ് ചെയ്യണം, നല്ലതായിരിക്കും. ഇതിനെല്ലാത്തിനും വേണ്ടത് ദൈവസ്നേഹമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ എന്നിൽ അപ്പോസ്തലന്മാരെ പോലെയുള്ള ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മയെ പോലെയുള്ള ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈശോ മിശിഹായെ പോലെയുള്ള ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഇപ്പൊ പരിശുദ്ധാത്മാവെ 3 ആൾക്കാരെ പറഞ്ഞു. എന്തൊക്കെയാണ്? ദൈവസ്നേഹത്തിന്റെ വക്താക്കളായിട്ട് ഒന്ന് അപ്പോസ്തലന്മാരെ പറഞ്ഞു, അല്ലേ? പിന്നെ എന്ത് പറഞ്ഞു? അമ്മയെ പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ഈശോയെ പറഞ്ഞു. ഈ 3 ആൾക്കാർക്കും ദൈവസ്നേഹമുണ്ട്. പക്ഷേ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനിൽ വ്യത്യാസമുണ്ട്. ഈശോ ഈ കുരിശ് മുഴുവനും എടുത്ത് എന്താണ്? അപ്പായുള്ള സ്നേഹത്തിൻ്റെ പ്രതിയാണ്. ഈശോയ്ക്ക് കുരിശ് പോലും അഭിഷേകമായി മാറിയതിൻ്റെ കാരണം ഇതിൻ്റെ പിന്നിലെ അപ്പായുടെ ഇഷ്ടം നിറവേറ്റാൻ കഴിയുമ്പോൾ ആത്മസന്തോഷമാണ് വരേണ്ടത് ഉള്ളിൽ. എല്ലാ സഹനങ്ങളിലും ആത്മസന്തോഷം നമുക്ക് തോന്നുന്നത് വരെ നമ്മൾ ദൈവസ്നേഹത്തിൽ പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? എല്ലാ സഹനങ്ങളിലും ആത്മസന്തോഷം തോന്നുന്നത് വരെ നമ്മൾ ദൈവസ്നേഹത്തിൽ പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പിതാവേ നന്ദി, പിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ 89-ാം സങ്കീർത്തനത്തിൽ പറയണത്, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാനൊരു ഉടമ്പടി ചെയ്യുമെന്നാണ്. അപ്പോൾ നമുക്ക് ഉടമ്പടി ചെയ്തിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഓർത്തേക്കണം, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ വേണ്ടി സാധിക്കണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സന്തോഷം ഉണ്ടാകുകയും ചെയ്യണം, കുറച്ച് സീരിയസും ആകണം. എന്താണ്? ദൈവം എന്നെ തിരഞ്ഞെടുത്ത കൊണ്ടാണ് എനിക്ക് ഉടമ്പടി ചെയ്യാൻ കഴിയണത്. അപ്പോൾ എന്തു ചെയ്യും? ഇപ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ. 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ 89-ാം സങ്കീർത്തനത്തിൽ പറയുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ 15-16 എന്താ പറയണത്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ. അപ്പോൾ ഉടമ്പടി ചെയ്യാൻ വേണ്ടി നിങ്ങൾ വന്നില്ലേ? നിങ്ങൾ ആര് തിരഞ്ഞെടുത്തതാണ്? ദൈവം തിരഞ്ഞെടുത്തതാണ്. ദൈവവിളി എന്ന് പറയണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി എന്ന വലിയ പ്രാർത്ഥനാ പദ്ധതിയിലേക്ക് നീ നേരിട്ട് ഞങ്ങളെ വിളിച്ചു ചേർത്തതിന്, തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ എന്നിലൂടെ കർത്താവിൻ്റെ ആത്മാ പറയണത് എന്താണ്? നിങ്ങളുടെ ദൈവം, നിങ്ങൾ ഏത് ആളായാലും നിങ്ങളുടെ ഉടമ്പടി നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. ഉടമ്പടി ദൈവവിളിയാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവവിളി എന്ന് പറയുമ്പോൾ അതിനോട് നമുക്ക് കാണിക്കേണ്ട ആദ്യം എന്താണ്? വിശ്വസ്തതയാണ്, അല്ലേ? ഉടമ്പടി ജീവിക്കണത്. ഹബക്കൂക്കിലൊരു വചനമുണ്ട്, ഹബക്കൂക്ക് 2:4. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തന്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ഇതാ വിഷയം. അതായത് ഉടമ്പടി ദൈവത്തിൻ്റെ വിളിയാണ്. അത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ഇതിൽ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് പറഞ്ഞതെങ്കിൽ അത് നിലനിൽക്കുന്നത് വിശ്വസ്തതയിലൂടെയാണ്. മനസ്സിലായില്ലേ? വിശ്വസ്തതയില്ലാത്തവരെന്താണ്? ഹൃദയപരമാർത്ഥതയില്ലാത്തവരെന്നാണ് കണ്ടുകയാണത്. നിങ്ങൾക്ക് ഉടമ്പടിയിൽ ലാഗിങ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നൊരു വായിച്ചേ, ഹബക്കൂക്ക് 2:4 വായിച്ചേ. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. ഉടമ്പടി പരാജയപ്പെടുന്നതിൻ്റെ കാരണം ഈ ഹൃദയപരമാർത്ഥത ഇല്ലായ്മയാണ്. ആത്മാർത്ഥയില്ലായ്മ. ഹൃദയപരമാർത്ഥം എന്ന് പറയുമ്പോൾ ആത്മാർത്ഥ എന്നല്ല എൻ്റെ അർത്ഥം. ആത്മാർത്ഥയില്ല എന്നുവെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ഉഴപ്പും അതിൻ്റെ അകത്ത് ഒരു ദൈവസഹ ഇല്ലായ്മയും പിന്നെ കാട്ടിക്കുടി ഉണ്ടാക്കുകയും മാറ്റി വെക്കുകയും അതിനോട് പ്രതിബദ്ധതയില്ലാതെ ഉത്തരവാദിത്വം ഇല്ലാതെയൊക്കെ ഉഴപ്പിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് ഹൃദയപരമാർത്ഥത ഇല്ലാത്തവനും സംഭവിക്കും, പരാജയപ്പെടും. നിങ്ങൾ ഉടമ്പടി വിഹിതമായിട്ട് എപ്പോഴും ഇപ്പം കത്തോലിക്കർക്ക് മാത്രമല്ല കുമ്പസാരിക്കാൻ പറ്റത്തുള്ളൂ, ഓർത്തഡോക്സുകാരും കുമ്പസാരിക്കും. മറ്റുള്ളവരെന്ത് ചെയ്യും? മറ്റുള്ളവരെ അനുതാപിക്കണം ഈ വിഷയത്തെക്കുറിച്ച്. എന്നുവെച്ചാൽ ദൈവത്തോട് ഖേദവും ദുഃഖവും രേഖപ്പെടുത്തണം. അപ്പോൾ ദൈവത്തോടും ഖേദവും ദുഃഖവും രേഖപ്പെടുത്താൻ നമുക്ക്. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനത് ബോധിക്കണം. അതിപ്പോൾ കത്തോലിക്കനായാലും ഖേദം രൂപപ്പെടുത്തിയാൽ ബോധിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന് നിങ്ങളുടെ അനുതാപം ബോധിക്കണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യരുത്. അതാണ് എൻ്റെ വിഷയം. എല്ലാത്തിനും വ്യക്തതയുണ്ടേ, എല്ലാ കാര്യങ്ങൾക്കും വ്യക്തതയുണ്ട്. അതായത് ദൈവത്തിന് നമ്മളെ ഉടമ്പടി ബോധിക്കണമെങ്കിൽ അല്ലെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആക്ടിവേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കാൻ, ഒരു പ്രസ്താവനയിലൂടെ അനുതാപം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. അനുതാപം ഹൃദയപരമാർത്ഥതയുള്ളതായിരിക്കണം. ആത്മാർത്ഥതയുള്ള അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും റിപ്പീറ്റ് ചെയ്യത്തില്ല. മനസ്സിലായേ? ഇപ്പം മനസ്സിലായില്ലേ? ആത്മാർത്ഥതയുള്ള അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണത് എന്താണ്? ഒരു ദൈവത്തിന് നിരക്കാത്തൊരു പ്രവൃത്തി വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിടിയിടുക, വളരെ സീരിയസ് വിഷയമാണ്. ദൈവത്തിന് നിരക്കാത്തൊരു പ്രവൃത്തി, ദൈവത്തിൻ്റെ വചനത്തിനെതിരായുള്ള പ്രവൃത്തി വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓരോരുത്തർക്കും പ്രലോഭനം ഉണ്ടാകുന്നത് അവൻ്റെ തന്നെ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് 1:13-14 പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല. അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ഇതിനാണ് ഈ ബന്ധനം എന്നൊക്കെ കരിസ്മാറ്റിക് മേഖലയിലൊക്കെ പറയുന്നത്. അതായത് ഈ ബന്ധനം അഴിക്കുക എന്നൊക്കെ അവർ പറയത്തില്ലേ, അതാരുടെയും കുഴപ്പമില്ല, ബൈബിളിലുള്ള കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ പലരും അത് പൈശാചിക ബന്ധനമായിട്ട് ചിത്രീകരിക്കുകയും ജനറലൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ വരുന്നത് വെച്ചാൽ പാപത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും ബന്ധനമാണ്. ഓരോരുത്തരും സ്വന്തം ദുരാശകളാൽ ആകർഷിക്കപ്പെട്ട് കുടുക്കിലാകുകയാണ്. അതൊന്നൊരു വായിച്ചേ.
ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. സ്വന്തം ദുർമോഹങ്ങളെ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകും. പലർക്കും കുടുക്കിലാകുന്നതിൻ്റെ കാര്യം ഇപ്പം ചിലർക്കൊക്കെ ഇപ്പം ചിലയിടത്ത് അച്ഛാ കോടതിയിലാണ്, കേസാണ്, പിന്നെ ചില പറയും അച്ഛാ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കും എത്ര വയസ്സുണ്ട്? 49. ആദ്യത്തെ വിവാഹമാണ്, രണ്ടാമത്തെ വിവാഹമാണ്. അപ്പോൾ രണ്ടാമത്തെ വിവാഹം, അപ്പോൾ ആദ്യത്തെ വിവാഹത്തിൻ്റെ ആളെന്ത് ചെയ്യും? ആൾ ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ ഇതിപ്പോൾ പുതിയ വിവാഹം ഏതാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കും. ദൈവം ചോദിക്കണ മുമ്പ് ഞാൻ ചോദിക്കും എന്താ കാര്യം, എവിടെയാണ് കുടുങ്ങിപ്പോയത് നിങ്ങൾ അറിയണ്ടേ? ഇങ്ങനെ ആളെങ്ങനെ ചീട്ട് കളിക്കണ പോലെ ആളെ ഇങ്ങനെ ഉടുപ്പ് മാറണ പോലെ മാറാതിരിക്കണം. പുരുഷനെ സ്ത്രീയായി ഉടുപ്പ് മാറണ പോലെ മാറാൻ കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം എവിടെയോ ദുർമോഹം വെച്ച് കുടുങ്ങിയിട്ടുണ്ട് സംഭവം. അപ്പം ചിലർ പറയും അച്ഛാ സഹിക്കാൻ പറ്റണില്ല, പൊറുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, എന്നാൽ നിനക്ക് കുറച്ച് നാൾ പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ പറ്റും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുറച്ച് നാൾ അകന്ന് ജീവിക്കാൻ ബൈബിൾ പറയുന്നുണ്ട്. അത് പ്രാർത്ഥനാ ജീവിതത്തിനാണ് പറയുന്നത്. അപ്പം നിങ്ങളോർക്കും ശാരീരിക സംയോഗ വിഷയം തന്നെ അല്ല ശരിക്കും പറഞ്ഞാൽ. ശരീരത്തിനകന്ന് താമസിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത്, സെപ്പറേറ്റ് ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത് പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥനാ ജീവിതം കൊണ്ടും അവൻ ശരിയായില്ലെങ്കിൽ നിനക്ക് സഭയോട് പറയാം. സഭയാണ് പിന്നെ തീരുമാനിക്കുന്നത് കർത്താവ് യോജിപ്പിച്ചതാണ് അല്ലേ, അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ടോ ഇല്ലേ. അപ്പോൾ സഭ കൂടി നിനക്ക് അത് കൺഗ്രസ് തന്നാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി. എന്താ കാര്യം, നമുക്കിവിടെ 10-50 കൊല്ലം ജീവിച്ചാൽ പോരല്ലോ. ഞാൻ നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളവർക്ക് ഈ അച്ഛൻ എന്താണ് എപ്പോഴും നിത്യതയെക്കുറിച്ച് പറയുന്നത്? ജീവിതമല്ലേ പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറഞ്ഞത്? നിത്യജീവിതം തുടങ്ങണത് ഇവിടുന്ന് തന്നെ തുടങ്ങുകയാണെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങാത്തൊരു ജീവിതം നമുക്കില്ല. ഇവിടെ നിത്യജീവിതം തുടങ്ങിയ ആൾക്കാരുടെ കണ്ടിന്യൂഷനാണ് ശരീരം ആവശ്യമില്ലാത്ത ഒരു ജീവിതാവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകണം. അപ്പം ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയണത് എന്തുകൊണ്ടാണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം നമ്മ പറഞ്ഞതിൻ്റെ പിന്നിലാണ്. അത് പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോഴും ആണ് അമ്മ അതിൻ്റെ അടുത്ത ഘടകമായിട്ട് ഉടമ്പടി തന്നിരിക്കുന്നത്. പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമാകാൻ വേണ്ടി ഉടമ്പടി തന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഉടമ്പടി എടുത്തിട്ടുള്ളവരും ഉടമ്പടി ജീവിക്കുന്നവരും ശ്രദ്ധിക്കണം, ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണെന്ന്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന കാലങ്ങളിലെ കളറാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? അവസാന കാലങ്ങൾ വെടിയും പുകയും കണ്ടില്ലേ, കൊടുങ്കാറ്റും എല്ലാം. നമ്മൾ എന്താ പറയുക, പ്രപഞ്ച പ്രകൃതിയുടെ മാതാവേ. ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം ഐശ്വര്യ, അതായത് ഡോക്ടർ ഐശ്വര്യ എന്ന് പറഞ്ഞൊരു മോഡി ദിവസം സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവർ ഡോക്ടർ ഐശ്വര്യ, അപ്പോൾ അവർ 2016 അന്നത്തെ മരിയന്ത വസുദേവൻ കൂടിയതാണ്. അവർക്ക് അങ്ങനെ MBBS കരിബിയൻ ദ്വീപിലെ അഡ്മിഷൻ കിട്ടി. അവരങ്ങനെ പോയി അവിടെ പഠിച്ച് ഡോക്ടറായി. ഇപ്പം കരിബിയൻ ദ്വീപിലേക്ക് ഒരു ഹരിക്കെയിൻ വന്നു. ഹരിക്കെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ കൊടിയ ചുഴലിക്കാറ്റ്. അപ്പം മണിക്കൂറിന് 110 കിലോമീറ്ററാണ് അതിൻ്റെ വേഗത. അപ്പം നമ്മൾ ഈ വന്ന് കെട്ടറൊന്നും കാണത്തില്ല, ഇങ്ങനെ നക്കി എടുത്തിട്ട് പോയി കളയും, ഒരെണ്ണം പോലും അവശേഷിക്കത്തില്ല. അപ്പം കരീബിയൻ ദ്വീപിലേക്ക് ഈ ചുഴലിക്കാറ്റ് ഹരിക്കെയിൻ വരുന്നെന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും, ഇപ്പം ഇറാനിൽ നിന്ന് കുറേ ആൾക്കാർ നാട് വിട്ട് പോകണില്ലേ, 50% ആൾക്കാർ ഒഴിഞ്ഞു പോയി. അതുപോലെ ഹരിക്കെയിൻ ദ്വീപിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകും. ഒഴിഞ്ഞു പോകുമ്പോഴും ഈ ഡോക്ടർ ഐശ്വര്യ മാതാവേ, അമ്മ മാതാവേ, കൃപാസന മാതാവേ, നീ പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള അമ്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിടം പോകാനില്ല, അമ്മ ഈ ദ്വീപിലേക്ക് കൊടുങ്കാറ്റ് അയക്കരുത്, അതിനെ തിരിച്ചു കൊണ്ടുപോകണം. ഇവർ രാത്രി 2 സുഹൃത്തുക്കൾ കൂടി ആ ദ്വീപിൽ, ആ സ്ഥലത്ത് ഇവർ മാത്രമേ ഉള്ളൂ. എല്ലാവരും പോയി, രാത്രി പേടിച്ച് അറണ്ട് എല്ലാവരും പോയി. ഇവർ മാത്രം നിന്ന് ഉടമ്പടി കാശുരം പിടിച്ചുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ആ പ്രകൃതി ശക്തികളുടെ മാതാവാണ്. പ്രകൃതി ശക്തികൾ, അതായത് നമുക്ക് ഈ അമ്മ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്
പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടുത്ത മാസമാണ് സുനാമി ഉണ്ടാകുന്നത്. അപ്പം അതിനു വേണ്ടി അതുകൊണ്ട് തന്നെ പ്രകൃതി ശക്തികളും ഉണ്ടാകാൻ പോകുമ്പോഴും അതിന് എതിരെ ഉണ്ടാകുന്നതും അന്ത്യകാലത്തിൻ്റെ അവസ്ഥ ആരംഭിക്കുമ്പോഴൊക്കെ എല്ലാം കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ പഠിച്ചിട്ട് ഈ ഉടമ്പടി ലോകം മുഴുവനും പ്രചരിക്കപ്പെടുകയും ഉടമ്പടി ജനങ്ങളെല്ലാം ഉടമ്പടിയിലായിരിക്കുകയും ചെയ്യണം. കർത്താവിൻ്റെ അന്ത്യകാല വരവിൽ എല്ലാവരും ദൈവത്തോട് ഉടമ്പടി ജീവിതം ജീവിച്ച് വിശുദ്ധി നൽകുന്ന സംരക്ഷണത്തിലാണ് നമ്മൾ ദൈവത്തെ മനുഷ്യരാശി കണ്ടെത്തണതും കാണുന്ന മുഖാമുഖം ദർശിക്കണതും. അപ്പോൾ ഒരു മുഖാമുഖം ദർശിക്കുക എന്നുള്ള ഒരു വിഷയം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ പറയുമ്പോൾ സാധാരണ വിഷയമായിരിക്കും ഞാൻ ആദ്യം പറയണത്. ചെന്ന് എത്തണത് എവിടെയാണ്? ചില ചിട്ടിയും വട്ടിയും കൊട്ടയൊക്കെ പറയത്തുള്ളൂ ആദ്യം. പക്ഷെ ചെന്ന് എത്തണത് എവിടെയാണ് നിങ്ങൾ നോക്കണം. എവിടെയാണ്? നിത്യതയിലുമായിട്ടുള്ള ബന്ധത്തിലാണ്. നിങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഗ്യാപ്പില്ലാത്ത നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന് പറയണത്. അപ്പം നിങ്ങളെപ്പോഴും നമ്മുടെ മുമ്പിൽ എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ജീവിത ആവശ്യം കഴിഞ്ഞാലും അങ്ങയുടെ ഉടമ്പടി നിലനിൽക്കാൻ എന്നെ സഹായിക്കണമേ. ഇതുമാത്രം മനുഷ്യരാണെന്നറിയാമോ? ഞാൻ ഫിലാഡൽഫിയ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, അടുത്ത ധ്യാനം അഗ്നിസ്നാന ധ്യാനമാണ്, മരിയൻ അഗ്നിസ്നാന ധ്യാനമാണെന്ന് പറഞ്ഞു. ഞാൻ മറന്നു പോയപ്പോഴേ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ എൻ്റെ ഡയറിയെ കുറിച്ചിട്ട് മരിയൻ അഗ്നിസ്നാന ധ്യാനം എന്തിനാണ്? നിത്യ ഉടമ്പടിക്ക് അഗ്നിസ്നാന സ്നാനമെന്ന്. അതായത് നിത്യ ഉടമ്പടി, അതായത് ചില ആൾക്കാർക്ക് നിത്യമായിട്ട് ഉടമ്പടി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ തന്നെ എന്തുമാത്രം ആൾക്കാർ പറയും, ഞങ്ങൾ കുടുംബവും ഇനി നിത്യമായിട്ട് ഉടമ്പടി തന്നെ ജീവിക്കും, ഞങ്ങളുടെ ജീവിതം ഇനി ഉടമ്പടി ജീവിതമാണ്, മരണം വരെ ഞങ്ങൾ ഉടമ്പടി ജീവിക്കുക എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം നിത്യ ഉടമ്പടിക്ക് മരിയൻ ഇപ്പോൾ പുതിയ നമുക്ക് കെട്ടിടങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നു. അപ്പോൾ നമുക്ക് താമസിച്ചുള്ള ധ്യാനം ഉണ്ടാകും. അതെന്താണ്? മരിയൻ അഗ്നിസ്നാന ധ്യാനമാണ്. എന്തിനാണ്? നിത്യ ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. അതായത് എപ്പോഴും നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിന് നിങ്ങളൊരു ഒരു മെസ്സേജ് കൊടുക്കണം. എന്താ വെച്ചാൽ, കർത്താവ് എനിക്ക് ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ അതേസമയം തന്നെ ഒത്തിരിയേറെ പലതരത്തിലുള്ള അലട്ടലുകളുമുണ്ട്. അതുകൊണ്ട് എന്നെ കർത്താവ് പറഞ്ഞ പോലെ ഇതുപോലെയുള്ള പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്താതെ എൻ്റെ ജീവിക്കാനുള്ള മാർഗം എനിക്ക് തന്ന് എൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട്, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നത് നമുക്ക് ജീവിക്കണ്ടേ, അന്തസ്സോടെ ജീവിക്കണം. നമ്മൾ മനുഷ്യരല്ലേ. അപ്പം നമ്മൾ മൃഗങ്ങളൊന്നും അല്ലല്ലോ. നല്ല വീട് വെച്ച് കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലവാരത്തിൽ പഠിപ്പിച്ചു, നല്ല ഭക്ഷണം കഴിച്ചു, മിടുക്കനുമായി നമ്മൾ ജീവിക്കും. അതാണ് ഈശോ പറഞ്ഞതാണ്. ഈശോ പറയാത്തതല്ല. ഈശോ പറഞ്ഞ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പോൾ അതെല്ലാം വേണം. നമുക്ക് നല്ല വീട് വേണം, നല്ല ആരോഗ്യം വേണം, നല്ല സൗന്ദര്യം വേണം, നല്ല ആത്മവിശ്വാസം വേണം. നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ് നമ്മൾ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഉടമ്പടി ജീവിക്കാൻ പറയും. ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. കൈയടിച്ചോണ്ട് തുറന്നു നീ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ. സ്വർഗ്ഗം തുറന്നു നീ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം തരണമേ. ആത്മാവേ, ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ,
resurrection blood, according to the Catholic Church, the name of the Holy Priesthood, എന്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്ന് ഉടമ്പടി ജീവിതം ജീവിച്ചുകൊണ്ട് ഉടമ്പടിക്ക് സാക്ഷ്യമായ എല്ലാ മക്കളും ഓർത്തുകൊണ്ട് യേശു ക്രിസ്തുനാമത്തിൽ മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവിതങ്ങള്, ജീവിതടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എന്റെ കർത്താവിനുമായ നാമ കർത്താവേ, അനുഗ്രഹത്തിന്റെ അത്ഭുതകരം ഓരോ മകളുടെ പേരും ഓരോ മകളുടെ പേരും വെക്കണമേ. ഈശോ തിരുവരുവാന്ന് വിടുന്നകരം അണിപ്പുറതാന്ന് അത്ഭുതകരം ഓരോ മകന്റെ പേരും ഓരോ മകളുടെ പേരും വെക്കണ. മാർഗ രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ഈശോ കുഞ്ഞുങ്ങള്, ഗർഭിണികളായ മക്കള്, അമ്മമാര്, ഗർഭത്തെ ശുദ്ധികളുടെ എല്ലാ വിധത്തിലുള്ള വേദനകള്, രോഗങ്ങള്, ആന്തരികമായ അപകടങ്ങള്, വൈകല്യങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥകള്, വീടില്ലാത്ത അവസ്ഥകള്, ഓരോരോ സർട്ടിഫിക്കറ്റുകള്, രേഖകൾ കിട്ടാത്ത അവസ്ഥകള്, കോളേജില് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥകള്, പഠനങ്ങള്, റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നവര് അവരെല്ലാം സ്പർശിക്കണമേ. അതുപോലെ തന്നെ കുടുംബത്തിന് സമാധാനം, മക്കളില്ലാത്തവര്, സമാധാനം അകത്ത് ജീവിക്കുന്നവര്, ഭാര്യ ഭർത്താക്കന്മാർ അകത്ത് ജീവിക്കുന്നവര്, കേസ് അകപ്പെട്ടിരിക്കുന്നവര്, പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവര്, കേസ് അകപ്പെട്ടിരിക്കുന്ന പോലീസ് കേസ് അകപ്പെട്ടിരിക്കുന്നവര്, യേശുവിന്റെ നാമത്തില് സാമ്പത്തിക തകർച്ചയുള്ളവര്, നടപടി നേരിടുന്നവര്, ഈശോ സ്ഥല സംബന്ധമായ വിഷയങ്ങള്, സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടവര്, സ്ഥലം വിൽക്കാനുള്ളവര്, വാങ്ങാനുള്ളവര്, ഈശോ വാർഷികമായി പലതരത്തിലുള്ള തടസ്സങ്ങള്, തകരാറുകള്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവര്, വിശ്വാസം വ്യതിരിച്ചു പോയവര് എല്ലാവരും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് യേശുവിന്റെ ദിവ്യകാരണത്തിന് സത്യാൽ മാർഗരോഗങ്ങള്, തീരവേദികള്, ജീവിതങ്ങള്, ജീവിതടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഒരിക്കൽ കൂടി മരിയൽ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന നൊമ്പരങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളോടൊത്ത് സഞ്ചരിക്കാൻ ദൈവമാതാവിനെ തന്ന ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഉടമ്പടി എന്നത് നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ജീവിത നടപടിയാണെന്ന് തിരുവചനത്തിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നു. ശിവേ, നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ, നിത്യമായി നിന്നോട് ഉടമ്പടിയോട് ചേർന്ന് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ,